ശരി. സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് what is the necessary criteria? What is the necessary criteria? ഇതൊരു യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ആണ്. നെസസറി ക്രൈറ്റീരിയ ഫോർ ഫെയ്ത്ത്ഫുൾ ആംപ്ലിഫിക്കേഷൻ ഇങ്ങനെ തന്നെ ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ആ ക്വസ്റ്റ്യൻ ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഫെയ്ത്ത്ഫുൾ ആംപ്ലിഫിക്കേഷന് വാട്ട് ഈസ് ദ നെസസറി ക്രൈറ്റീരിയ? സോ സ്റ്റഡി ദിസ് പോയിന്റ്സ് ഓവർ ഹിയർ. എന്താണ് ഒരു ഫെയ്ത്ത്ഫുൾ ആംപ്ലിഫിക്കേഷൻ? അത് ആംപ്ലിഫയർ ആയിട്ട് യൂസ് ചെയ്യുന്നത് മെയിൻലി ഐ ടോൾഡ് ദാറ്റ് ദിസ് ഈസ് കോമൺ എമിറ്റർ ആംപ്ലിഫയർ. കോമൺ എമിറ്ററിന്റെ ഔട്ട്പുട്ട് ക്യാര ഞാൻ പ്ലോട്ട് ചെയ്ത് കാണിച്ചിരുന്നു. ഔട്ട്പുട്ട് ക്യാര ദാറ്റ് ഈസ് IC VCE. അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എൻ്റെ ക്യാര ഇങ്ങനെയാണ് വരുന്നത്. ഇതാണ് ക്യാരക്ടറിസ്റ്റിക്സ്. അന്നേരം നമ്മൾ ആംപ്ലിഫയർ ആയിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ ഐ ടോൾഡ് ദാറ്റ് my point of interest is midpoint of active region. ഈ റീജിയനിൽ വേണം ഒരു പോയിന്റ് നിൽക്കേണ്ടത്. ആ പോയിന്റ് എന്താണ്? വാട്ട് ഇസ് എ പോയിന്റ് കോൾഡ്? ദിസ് പോയിന്റ് ഓഫ് ഓപ്പറേഷൻ ആണ് മിഡ് പോയിന്റ് ഓഫ് ആക്റ്റീവ് റീജിയൻ. ഈ പോയിന്റ് ക്യൂ പോയിന്റ് അല്ലെങ്കിൽ പറയും ഓപ്പറേറ്റിംഗ് പോയിന്റ്. ദിസ് ഓപ്പറേറ്റിംഗ് പോയിന്റ് മസ്റ്റ് ബി മിഡ് പോയിന്റ് ഓഫ് ആക്റ്റീവ് റീജിയൻ. ഇനി ഈ പോയിന്റ് ഇങ്ങോട്ട് ഷിഫ്റ്റ് ആയാൽ എന്നാ സംഭവിക്കും? താഴോട്ട് ഷിഫ്റ്റ് ആയാൽ എന്നാ സംഭവിക്കും? മേലോട്ട് ഷിഫ്റ്റ് ആയി. ദാറ്റ് മീൻസ് ഇവിടെയാണ് ആ പോയിന്റ് ഇരിക്കുന്നത്. അല്ലെങ്കിൽ ഈ പോയിന്റ് താഴോട്ട് മേലോട്ട് ഷിഫ്റ്റ് ആയപ്പോൾ ഇങ്ങോട്ട് വന്നു, താഴോട്ട് വന്നപ്പോൾ ഇവിടെ വന്നു. ഇത് ഈ റീജിയനിലാണെങ്കിൽ എന്ത് സംഭവിക്കും? ഇത് ഓൺ സ്വിച്ച് ആയിട്ട് ആക്ട് ചെയ്യും. ഇവിടെ ഓഫ് സ്വിച്ച് ആയിട്ട് ആക്ട് ചെയ്യും. ഇനി മേലോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഏത് സൈഡ് ക്ലിപ്പ് ആവും? സിഗ്നലിന്റെ ഏത് സൈഡ് ക്ലിപ്പ് ആവും? ഇതാണ് ആ സിഗ്നൽ. ആംപ്ലിഫൈ ചെയ്ത് കിട്ടിയ സിഗ്നൽ ഇതാണ്. ഈ സിഗ്നൽ മേലോട്ട് പോയി. ദാറ്റ് മീൻസ് ടുവേർഡ്സ് ദ സാച്ചുറേഷൻ റീജിയൻ. ഈ സിഗ്നലിലെ ഏത് ഭാഗം ക്ലിപ്പായി പോകും? പോസിറ്റീവ് സൈഡ് ക്ലിപ്പ് ആവും. ഇനി ഇഫ് ദിസ് പോയിന്റ് ഈസ് ഷിഫ്റ്റിംഗ് ടുവേർഡ്സ് ഡൗൺവേർഡ്, ഈ പോയിന്റ് ഡൗൺവേർഡ് ഷിഫ്റ്റ് ആയി. ഡൗൺവേർഡ് ഷിഫ്റ്റ് ആകുമ്പോൾ എന്ത് സൈഡ് ക്ലിപ്പായി പോകും? നെഗറ്റീവ് സൈഡ് ക്ലിപ്പ് ആവും. സോ ഇത് ഒരു കാരണവശാലും ഉണ്ടാകരുത് ഇൻ ദ സർക്യൂട്ട്. This won't happen. That means this point have to be maintained at the center of the midpoint or midpoint of active region. If it is point is moving towards saturation region, positive side will be clipped off. If this point is moving towards the downwards or cutoff region, negative side will be clipped off. So this won't happen. ഈ ഒരു കാര്യം ഒരു കാരണവശാലും ഹാപ്പൻ ചെയ്യും. That means the point have to be concentrated at the midpoint of active region. അതിനെയാണ് നമ്മൾ faithful amplification എന്ന് പറയുന്നത്. Faithful amplification means the positive side won't clip off, negative side won't clip off. I need to get a perfect amplified version of the input signal. രണ്ട് സൈഡും പെർഫെക്റ്റ് ആയിട്ട് കിട്ടണം. അതിനെയാണ് faithful amplification എന്ന് പറയുന്നത്. Faithful amplification. So the Q point must be concentrated at the midpoint of active region. So what are the necessary criteria? ആ ക്രൈറ്റീരിയ ജസ്റ്റ് പറഞ്ഞ് ഓർത്ത് വെക്കുക. പോയിന്റ്സ് ആയിട്ട് തന്നെ ഓർത്ത് വെക്കുക. The first point is VBE. That means the voltage between the base emitter must be 0.7 volt for silicon. That means ആ വോൾട്ടേജ് ഞാൻ ഒന്ന് കാണിച്ചു തരാം. ഇതാണ് ആ വോൾട്ടേജ്. ഇതാണ് ഒരു കോമൺ എമിറ്റർ ആംപ്ലിഫയർ. കോമൺ എമിറ്റർ മീൻസ് എമിറ്റർ is grounded. Input is given over here. ഇവിടെ നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നു, ഇവിടെ നമ്മൾ ഔട്ട്പുട്ട് എടുക്കുന്നു. സോ ദ വോൾട്ടേജ് ബിറ്റ്വീൻ ദ ബേസ് ആൻഡ് എമിറ്റർ, ദിസ് ഈസ് ബേസ് ആൻഡ് ദിസ് ഈസ് എമിറ്റർ. ദിസ് വോൾട്ടേജ് മസ്റ്റ് ബി മിനിമം. അവിടെ വരുന്ന വോൾട്ടേജ് മിനിമം 0.7 എങ്കിലും ഉണ്ടായിരിക്കണം. അതിന് കാരണം എന്നാ? ഈ ബേസും എമിറ്ററും മാത്രം കൺസിഡർ ചെയ്ത് ഈ ടെർമിനൽ ഞാൻ കൺസിഡർ ചെയ്യുന്നില്ല. ബേസും എമിറ്ററും മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇത് എന്തായിട്ടാണ് ബിഹേവ് ചെയ്യുന്നത്? ഈ ട്രാൻസിസ്റ്ററിലെ ഈ രണ്ട് ടെർമിനൽ മാത്രമേ ഞാൻ കൺസിഡർ ചെയ്യുന്നുള്ളൂ. ഐ എം കൺസിഡറിങ് ഓൺലി ദീസ് ടു ടെർമിനൽസ്, ബേസ് ആൻഡ് എമിറ്റർ. അങ്ങനെയാണെങ്കിൽ ഇത് എന്തായിട്ടാണ് ബിഹേവ് ചെയ്യുന്നത്? ഒന്ന് പറയോ? ഐ എം കൺസിഡറിങ് ഓൺലി ബേസ് ആൻഡ് എമിറ്റർ. ഹെൻസ് ദിസ് ട്രാൻസിസ്റ്റർ ഈസ് ബിഹേവിംഗ് ആസ് വാട്ട്? എന്തായിട്ടാണ് ബിഹേവ് ചെയ്യുന്നത്? യെസ്, ഡയോഡ് ആയിട്ടാണ് ബിഹേവ് ചെയ്യുന്നത്. നോക്കിയേ, ഞാൻ ഇവിടെ NPN ട്രാൻസിസ്റ്റർ, ഇതൊരു പിയും ഇതൊരു എന്നും ആണ്. ദാറ്റ് മീൻസ് P ആൻഡ് N only. അങ്ങനെയാണെങ്കിൽ ഇതൊരു ഡയോഡായിട്ടാണ് ആക്ട് ചെയ്യുന്നത്.
ഒരു ഡയോഡ് കണ്ടക്ട് ചെയ്യണമെങ്കിൽ മിനിമം എത്ര വോൾട്ടേജ് വേണം? 0.7. അതുകൊണ്ടാണ് നമ്മൾ ബേസ് എമിറ്റർ വോൾട്ടേജ് ഓൾവേസ് മസ്റ്റ് ബി 0.7. എപ്പോഴും ട്രാൻസിസ്റ്റർ ഫെയ്ത്ത്ഫുൾ ആംപ്ലിഫിക്കേഷൻ വേണമെങ്കിൽ ദ ബേസ് എമിറ്റർ വോൾട്ടേജ് മസ്റ്റ് ബി 0.7. ദാറ്റ് ദ ഫസ്റ്റ് ക്രൈറ്റീരിയ. സെക്കൻഡ് ക്രൈറ്റീരിയ എന്ന് പറയുന്നത് VCE, ദാറ്റ് ഈസ് ദ വോൾട്ടേജ് അക്രോസ് കളക്ടർ ആൻഡ് let me erase this section. Okay, right. So ആ കളക്ടർ എമിറ്റർ എന്ന് പറയുന്നത് ഈ ടെർമിനലാണ്. ഇപ്പോൾ ഒരു ട്രാൻസിസ്റ്റർ എടുത്തു, ഈ വോൾട്ടേജ് ഇതാണ് കളക്ടർ, ഇതാണ് എമിറ്റർ. ഈ രണ്ടും ഇടയ്ക്കുള്ള പോയിന്റിലെ വോൾട്ടേജ് ആണ് VCE എന്ന് പറയുന്നത്. വോൾട്ടേജ് അക്രോസ് കളക്ടർ ആൻഡ് എമിറ്റർ, ബിറ്റ്വീൻ കളക്ടർ ആൻഡ് എമിറ്റർ ദർ ഇസ് വോൾട്ടേജ്. That voltage must be knee voltage of the diode. Knee voltage എന്ന് പറയുന്നത് നമ്മുടെ ബേസിക് ആയിട്ടുള്ള ഡയോഡിന്റെ വോൾട്ടേജ്. So this have to be maintained properly. VC have to be maintained properly. VB have to be maintained properly. Next, third point. Proper. I will write the statement. Proper zero signal collector current. Proper zero signal collector current. ഇത് രണ്ട് കാര്യങ്ങൾ പറയാം. VB proper voltage വേണം, VC proper voltage വേണം. But third condition is proper zero signal collector current. What is that condition? Just I will explain that condition. Proper zero signal collector current. Let me ask one point. In common emitter, input is given to ഏത് ടെർമിനൽ? ഇൻപുട്ട് എവിടെ കൊടുക്കുന്നത്? ഇൻപുട്ട് ഏത് ടെർമിനൽ അക്രോസ് എവിടെ കൊടുക്കുന്നത്? ബേസിൻ. Yes. Input is given across base. Output is taken across collector. Base emitter ground, common emitter configuration ആണ്. അതുകൊണ്ട് emitter ground ചെയ്തേക്കാണ്. Output is taken across collector. So if that means proper zero signal means what? Proper zero signal. I will divide this two words in two sections. Proper zero signal means what? Signal is zero means input equal to what? Input equal to zero. Zero signal means input equal to zero. Hence output must be equal to what? Input zero ആണെങ്കിൽ output എന്തായിരിക്കണം? ഒരു സർക്യൂട്ടിനകത്ത് സീറോ. ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തിരിക്കണം എന്നാണ് പറഞ്ഞത്. ദിസ് ഈസ് എ പെർഫെക്റ്റ് കണ്ടീഷൻ, ഐഡിയൽ കണ്ടീഷനാണ്. ഇതിനെയാണ് നമ്മൾ പ്രോപ്പർ സീറോ സിഗ്നൽ കളക്ടർ കറണ്ട് എന്ന് പറയുന്നത്. That means if I am not giving any signal, that means input equal to zero, collector current or output quantity must be equal to zero, input equal to output. ആ ഒരു കണ്ടീഷൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയാണ്. This is the third condition. Proper zero signal collector current. Second condition ഞാൻ പറഞ്ഞത് proper VCE വേണം. First condition ഞാൻ പറഞ്ഞത് proper VBE വേണം. If all these three conditions are satisfied, we will say that I am having faithful amplification. Is that point clear to you? What are the criteria that is necessary for faithful amplification? Yes? Yes, sir. Yes, sir. Yes, faithful amplification. Next thing. Next is what is called bias stabilization. ഇതൊക്കെ ടെർമിനോളജീസ് ചോദിച്ചിട്ടുണ്ട് പരീക്ഷയ്ക്ക്. എന്താണ് ഒരു bias stabilization? Need for bias stabilization. The question is asked. Need for faithful amplification, or what are the criteria for faithful amplification? What is the need for bias stabilization?
ഒരു കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണും. അതിന്റെ ഒരു വേർഡിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായി. ഒരു സ്റ്റെബിലൈസേഷൻ വേണം. സ്റ്റെബിലൈസേഷൻ വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർത്തിരിക്കേണ്ട കാര്യം, നമ്മുടെ കോമൺ എമിറ്ററിന്റെ ഔട്ട്പുട്ട് ക്യാര നോക്കുക. കോമൺ എമിറ്ററിന്റെ ഔട്ട്പുട്ട് ക്യാര ഇങ്ങനെയാണ് വരുന്നത്. ഇതിനകത്തെ ഈ റീജിയനെ കട്ട് ഓഫ് റീജിയൻ എന്ന് പറയും, ഇതിനെ നമ്മൾ സാച്ചുറേഷൻ റീജിയൻ എന്ന് പറയും. അതുകൊണ്ട് ഈ സെന്റർ ഓഫ് ആക്റ്റീവ് റീജിയൻ, ഇതിനെയാണ് ആക്റ്റീവ് റീജിയൻ, സെന്റർ ഓഫ് ആക്റ്റീവ് റീജിയൻ. ഇവിടെ വേണം എപ്പോഴും നമ്മുടെ പോയിന്റ് കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കേണ്ടത്. സോ സ്റ്റെബിലൈസേഷൻ മീൻസ് ക്യൂ പോയിന്റ് ഇവിടെ സ്റ്റെബിലൈസ്ഡ് ആയിരിക്കണം. ഓർ ഓപ്പറേറ്റിംഗ് പോയിന്റ് ബൈ സ്റ്റെബിലൈസേഷൻ മീൻസ് ക്യൂ പോയിന്റ് മസ്റ്റ് ബി സ്റ്റെബിലൈസ്ഡ്. ക്യൂ പോയിന്റ് സ്റ്റെബിലൈസ്ഡ് ആയിരിക്കണം. സ്റ്റെബിലൈസ്ഡ് മീൻസ് മിഡ് പോയിന്റ് ഓഫ് ആക്റ്റീവ് റീജിയൻ. എങ്കിൽ മാത്രമേ എനിക്ക് പ്രോപ്പർ ആംപ്ലിഫിക്കേഷൻ കിട്ടുള്ളൂ. അല്ലെങ്കിൽ സ്റ്റെബിലൈസേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് പെർഫെക്റ്റ് ആയിട്ട് അതൊരു ആംപ്ലിഫയർ ആയിട്ട് വർക്ക് ചെയ്യത്തുള്ളൂ. മിഡ് പോയിന്റ് ഓഫ് ആക്റ്റീവ് റീജിയൻ. ഇനി ക്യൂ പോയിന്റ് എങ്ങനെയാണ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്? I am introduced a coordinate system VC, IC. VC, IC is called Q point. ഈ ക്യൂ പോയിന്റിനകത്ത് ഈ കോർഡിനേറ്റ്സിനകത്ത് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് അതിന്റെ വേരിയേഷൻ. ഈ പോയിന്റ് അങ്ങോട്ടും ഇങ്ങോട്ടും വേരി ചെയ്യാൻ രണ്ട് പോസിബിലിറ്റീസ് ഉണ്ട്. ഒന്നില്ലെങ്കിൽ VC ചേഞ്ച് ചെയ്യാം, അല്ലെങ്കിൽ IC ചേഞ്ച് ചെയ്യാം. ഇത് രണ്ട് ഷിഫ്റ്റ് ആയി കഴിഞ്ഞാൽ ഈ പോയിന്റ് either it will shift to saturation region or either this point will be shifting to the cutoff region. If I am varying the coordinates, that is either VCE, that is this axis value or this axis value. ഇത് രണ്ട് തിരിഞ്ഞു പോയി. VCE is on the downward. So here it is VCE, here it is IC. So if I am shifting this IC or VCE, the Q point will vary. But I need to stabilize the Q point at the midpoint of active region. So നമ്മൾ മെയിൻലി കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് VCക്കല്ല ICക്കാണ് ഇമ്പോർട്ടൻസ്. കളക്ടർ കറണ്ടിന്റെ വേരിയേഷൻ ആണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ദാറ്റ് മീൻസ് ബയസ് ക്യൂ പോയിന്റ് ഷിഫ്റ്റ് ചെയ്യാൻ കൂടുതൽ റീസൺ ICയുടെ വേരിയേഷൻ ആണ് എന്നാണ് പറയുന്നത്. നമ്മൾ VCയുടെ വേരിയേഷൻ നമ്മൾ അത്രയും കാര്യമായിട്ട് പരിഗണിക്കുന്നില്ല. അതിനകത്ത് കൂടുതൽ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് that is IC variation. I am saying that Q point will shift due to the IC variation. The Q point will shift due to the IC variation. Collector current variations കാരണമാണ് Q point ഒത്തിരി ഷിഫ്റ്റ് ആകുന്നു എന്ന് നമ്മൾ ഒരു കൺസിഡറേഷൻ നമ്മളോട് ചെയ്യുന്നു. അതിനെ ബേസ് ചെയ്തിട്ടാണ് ഇക്വേഷൻസ് നമ്മൾ ഫ്രെയിം ചെയ്തേക്കുന്നത്. ഈ ഒരു ഷിഫ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ഞാൻ ഒരു ഇക്വേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്തായിരുന്നു. IC is not IC, this is IC equal beta times IB plus beta times IB plus 1 plus beta into ICB. ഇതൊരു ഇക്വേഷൻ പറഞ്ഞു. അന്നേരം IC വേരി ചെയ്യാൻ റീസൺസ് എന്തൊക്കെയാണ് ഒന്ന് പറയാമോ? IC വേരി ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ഇക്വേഷനിൽ നിന്ന് എന്തൊക്കെ വേരിയേഷൻ കാരണം IC വേരി ചെയ്യാം? ഏതൊക്കെ വേരിയേഷൻസ് കാരണം IC വേരി ചെയ്യാം ഒന്ന് പറയാം. മൈനോറിറ്റി കറണ്ട് വേരി ചെയ്യുന്നതിനനുസരിച്ച് വേരി ചെയ്യുക. ഈ ഫാക്ടർ വേരി ചെയ്യുന്നതനുസരിച്ച് വേരി ചെയ്യാം. ഇനി അടുത്തത് ബീറ്റ വേരി ചെയ്താലും IC വേരി ചെയ്യാം. IB വേരി ചെയ്താലും IC വേരി ചെയ്യാം. സോ ഈ ക്യൂ പോയിന്റ് ഷിഫ്റ്റിംഗ്, ദിസ് ക്യൂ പോയിന്റ് ഷിഫ്റ്റ് ക്യാൻ ഹാപ്പൻ ഡ്യൂ ടു ദ വേരിയേഷൻസ് ഓഫ് ഏതൊക്കെ? ബീറ്റ അല്ലെങ്കിൽ ICBO മൈനോറിറ്റി കറണ്ട്, ഇനി അതുകൊണ്ട് തന്നെ IB ബേസ് കറണ്ട്. ഇതെല്ലാം വേരി ചെയ്യുന്നതിനനുസരിച്ചിട്ട് ക്യൂ പോയിന്റ് ഷിഫ്റ്റ് ആകാം. ബീറ്റ എന്ന് പറഞ്ഞാൽ എന്നായിരുന്നു? കറണ്ട് ഗെയിൻ, അല്ലെങ്കിൽ അതൊരു ട്രാൻസിസ്റ്റർ ഡിപ്പെൻഡന്റ് ആണ്. ഓരോ ട്രാൻസിസ്റ്ററിനും ഓരോ ബീറ്റ വാല്യൂസ് ആണ്. സോ ആ ട്രാൻസിസ്റ്റർ റീപ്ലേസ് ചെയ്യുന്നതിനനുസരിച്ചിട്ടായിരിക്കും ബീറ്റ വേരി ചെയ്യുന്നത്. പ്ലീസ് നോട്ട് ദാറ്റ് പോയിന്റ്. ബീറ്റ ഇസ് ദ കറണ്ട് ഗെയിൻ ഓഫ് ട്രാൻസിസ്റ്റർ. ചിലപ്പോൾ ഒരു ട്രാൻസിസ്റ്ററിന് കറണ്ട് ഗെയിൻ ചിലപ്പം 100 കാണത്തുള്ളൂ, ചിലപ്പോൾ അതിന് 200 കാണും, ചിലപ്പോൾ അതിന് കുറഞ്ഞിരിക്കും. സോ ട്രാൻസിസ്റ്റർ വേരി ചെയ്യുന്നതിനനുസരിച്ചിട്ട് ഈ ബീറ്റയുടെ വാല്യൂ വേരി ചെയ്യും. സോ ദാറ്റ് ഈസ് ട്രാൻസിസ്റ്റർ ഡിപ്പെൻഡന്റ്. ട്രാൻസിസ്റ്റർ നിങ്ങൾ പുതിയൊരെണ്ണം വെച്ച് കഴിഞ്ഞാൽ ബീറ്റയുടെ വാല്യൂ ചിലപ്പം വേരി ചെയ്യും, പഴയത് വരുന്നാൽ അതിനനുസരിച്ച് വേരിയേഷൻസ് വരും. So beta value is current gain of transistor. That is, if you are replacing this transistor, beta value will change. Next, ICBO. I told that this is minority current.
minority current in common emitter configuration, no, common base configuration. ICBO is the minority current in common base. So minority current vary ചെയ്താലും IC യുടെ വാല്യൂ ചേഞ്ച് ചെയ്യും. ഈ minority current എന്ന് പറയുന്നത് temperature dependent ആണ്. Please note that point. ബയോസ്റ്റെബിലൈസേഷനകത്ത് എഴുതേണ്ട പോയിന്റ് ക്യൂ പോയിന്റ് നമുക്ക് സ്റ്റെബിലൈസ് ചെയ്യണം. ക്യൂ പോയിന്റ് സ്റ്റെബിലൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ് ക്യൂ പോയിന്റ് വേരി ചെയ്യുന്നത്? IC-യുടെ വേരിയേഷൻസ് കാരണം, അല്ലെങ്കിൽ VC-യുടെ. ബട്ട് ഇവിടെ നമ്മൾ എടുക്കുന്നത് IC-യുടെ വേരിയേഷൻ. അതിന്റെ ഇക്വേഷൻ എഴുതി IC is beta IB plus 1 plus beta into ICBO. IC വേരി ചെയ്യാൻ കാരണം ഒന്നിൽ ബീറ്റ വേരി ചെയ്യാം, ICBO വേരി ചെയ്യാം, IB വേരി ചെയ്യാം. ബീറ്റ എന്ന് പറഞ്ഞാൽ ട്രാൻസിസ്റ്റർ ഡിപ്പെൻഡന്റ്. ഓരോ ട്രാൻസിസ്റ്റർ മാറുന്നതനുസരിച്ചിട്ട് ബീറ്റയുടെ വാല്യൂ, കറണ്ട് ഗെയിൻ ഓഫ് ട്രാൻസിസ്റ്റർ മാറും. ICBO is minority current, that is temperature dependent. Minority current is temperature dependent. Always remember that point, temperature dependent. ICBO, that is minority current, is temperature dependent. Temperature variation അനുസരിച്ചിട്ട് ICBO variations vary. Please always remember that. Temperature dependent ആണ്. IB, base current vary ചെയ്താലും നമുക്ക് അതിന്റെ കാര്യങ്ങൾ പിന്നീട് ഞാൻ ഡിസ്കഷനിലേക്ക് കൊണ്ടുവരാം. So Q point shifting can be happen due to the IC variation. IC can be varied due to beta variation or ICBO variation or base current variation, IB. I think this point is clear to you. Bias stabilization, need for bias stabilization and its points. Is it clear to you? Should I explain once more? Clear answer. Okay. Next. So നമ്മൾ പോയിന്റ്സ് ഡിസ്കസ് ചെയ്തത് ഒന്ന് ഫെയ്ത്ത്ഫുൾ ആംപ്ലിഫിക്കേഷൻ, രണ്ടാമത്തത് ബയസ് സ്റ്റെബിലൈസേഷൻ. ഈ രണ്ട് പോയിന്റാണ് പറഞ്ഞത്. ഈ രണ്ട് പോയിന്റിനെ കണക്ട് ചെയ്തുകൊണ്ടുള്ള ഒരു ഇക്വേഷനാണ് സ്റ്റെബിലിറ്റി ഫാക്ടർ. Stability factor is stability factor. ഇതിന്റെ ഒരു ഡെറിവേഷൻ ആണ്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡെറിവേഷൻ ആണ്. ഇറ്റ്സ് നോട്ട് എ ലെങ്തി ഡെറിവേഷൻ. നെക്സ്റ്റ് അവർ ഈസ് ഇൻ വാട്ട് ടൈം? നെക്സ്റ്റ് അവർ 9:40. Okay. So stability factor. Next important section is stability factor. Stability factor എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. വേരിയേഷൻ, ദറ്റ് ഇസ് എ വേരിയേഷൻ ഞാൻ ഡെൽറ്റ എന്ന് കൊണ്ട് ഡിനോട്ട് ചെയ്തു. വേരിയേഷൻ ഓഫ് IC വിത്ത് റെസ്പെക്ട് ടു വേരിയേഷൻ ഓഫ് ICBO or variation of VBE or variation of beta. So in the question, stability factor കൂടിയിരിക്കുന്നതാണോ നല്ലത്, കുറഞ്ഞിരിക്കുന്നതാണോ നല്ലത്? ഒന്ന് പറയാമോ? ഏതാണ് പ്രിഫറബിൾ? കൂടുന്നതാണോ നല്ലത്, കുറഞ്ഞിരിക്കുന്നതാണോ നല്ലത്? സ്റ്റെബിലിറ്റി ഫാക്ടർ കൂടുന്നതാണോ നല്ലത്, കുറഞ്ഞിരിക്കുന്നതാണോ നല്ലത്? സ്റ്റെബിലിറ്റി ഫാക്ടർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ റേഷ്യോ ബിറ്റ്വീൻ ചേഞ്ച് ഓഫ് IC കറന്റ് വിത്ത് റെസ്പെക്ട് ടു ചേഞ്ച് ഓഫ് എയ്തർ ICBO or either VBE or either beta. ഈ റേഷ്യോയ്ക്കാണ് സ്റ്റെബിലിറ്റി ഫാക്ടർ എന്ന് പറയുന്നത്. സോ ക്വസ്റ്റ്യൻ ഈസ്, സ്റ്റെബിലിറ്റി ഫാക്ടർ കൂടിയിരിക്കുന്നതാണോ നല്ലത്, കുറഞ്ഞിരിക്കുന്നതാണോ നല്ലത്? ഒന്ന് പറയാം. A, B. ഏറ്റവും നല്ലത് ഏതാ? ഒരു ട്രാൻസിസ്റ്ററിന് സ്റ്റെബിലിറ്റി ഫാക്ടർ കൂടിയിരിക്കുന്നതാണോ നല്ലത്, കുറഞ്ഞിരിക്കുന്നതാണോ നല്ലത്?